guys, I am Admin and welcome back to my channel Superness. Don't know Superness or Superheroes. Superness വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. ഗൈസ്, ഈ ഒരു ഇൻട്രോ പറയാനായിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. കാരണം എൻ്റെ എക്സാംസ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. ഇനി തൊട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഡെയിലി അല്ലെങ്കിൽ എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് മാർവൽ DC കണ്ടന്റ് അല്ല. എനിക്കറിയാം, ഞാൻ അങ്ങനെ നോക്കാറില്ല എൻ്റെ ചാനൽ. പക്ഷേ ഇന്ന് ഒരു എക്സാമിൻ്റെ ടൈമിൽ ഞാൻ ഒരു ജാക്കി ചാൻ്റെ ഒരു പടം കണ്ടു. ഒരു ചൈനീസ് മൂവിയാണ്, എ ലെജൻഡ് എന്നാണ് ആ പടത്തിൻ്റെ പേര്. അത് എനിക്ക് കണ്ടിട്ട് നല്ലൊരു സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ട് ക്യാച്ച് ചെയ്തു എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര വർക്കൗട്ടായി. അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. സോ ഗൈസ്, നമുക്ക് എവിടെ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതൊരു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്തുള്ള ബെല്ലിലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. സോ ഗൈസ്, ഈ ഒരു മൂവിയുടെ പേരെന്ന് പറയുന്നത് എ ലെജൻഡ് എന്നാണ്. ഈ മൂവി ഇംഗ്ലീഷ് ഡബില്ല. ഈ ഒരു മൂവി ചൈനീസ് പടമാണ്. ചൈനീസിലാണ് ഞാൻ കണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു മൂവി വന്നിട്ട് ജാക്കി ചാൻ്റെ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ജാക്കി ചാൻ്റെ ഒരു ഒറിജിനൽ ചൈനീസ് വോയിസ് കേൾക്കുന്നത്. സോ ഈ മൂവിയുടെ ചെറിയൊരു കഥ സ്പോയിലർ ഇല്ലാതെ പറഞ്ഞാൽ, അതായത് ജാക്കി ചാനും സംഘവും ഈ ഒരു എന്താ പറയുക, ഒരു നിധി അന്വേഷിച്ച് പോകുന്നത്. അങ്ങനെ ജാക്കി ചാൻ്റെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. കുങ്ഫു യോഗ, അങ്ങനെ ആക്സിഡൻസ്, കുങ്ഫു യോഗ, വേറെ കുറച്ച് പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിൽ തന്നെ, ഹോളിവുഡ് പടങ്ങൾ തന്നെ. പക്ഷേ ഈ പടം പഠിച്ച പക്ക ചൈനീസ് പടമാണ്. ജാക്കി ചാൻ്റെ എന്താ പറയുക, ഒരു പാസ്റ്റ് ലൈഫൊക്കെ കാണിക്കുന്നുണ്ട്. ജാക്കി ചാൻ്റെ പാസ്റ്റ് ലൈഫല്ല, പക്ഷേ ജാക്കി ചാൻ അത് സ്വപ്നത്തിൽ ജാക്കി ചാനായിട്ടൊരു പാസ്റ്റിലെ ഒരു ക്യാരക്ടറിനെ ജാക്കി ചാനെ പോലെ കാണുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ. ആ ഒരു ജാക്കി ചാൻ്റെ യങ് ലുക്കൊക്കെ കംപ്ലീറ്റ്ലി AI ആണ്. ഈ ഒരു അതിന് നമുക്ക് എന്താ പറയുക, AI എന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു മൂവി എന്താ പറയുക, ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഹൺസ് അങ്ങനെയുള്ള ചൈനീസ് കൾച്ചറൊക്കെ ഒരുപാട് പറയുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. എന്താ പറയുക, ഒരു ജാക്കി ചാൻ്റെ ഒരു ഹോളിവുഡ് പടമാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കാണരുത്. എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചില സീൻസൊക്കെ നമുക്ക് ആദ്യം തന്നെ പോസിറ്റീവ്സ് തന്നെ തുടങ്ങാം. അഫ്കോഴ്സ് ജാക്കി ചാൻ്റെ ഒറിജിനൽ ചൈനീസ് വോയിസ്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു മൂവി ആ ഒരു കൾച്ചർ അത് നല്ലൊരു എടുത്ത് കാണിക്കുന്നുണ്ട്. ബാക്കി ആക്ടേഴ്സൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഒട്ടും ഇഷ്ടപ്പെടാത്തതെന്ന് പറയാൻ പറ്റില്ല. ബട്ട് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത് എൻ്റെ AI ആണ്. ജാക്കി ചാൻ ഇപ്പോഴും നല്ല യങ് ലുക്കിംഗ് ആണ്. എന്നാൽ പോലും AI വെച്ചത് ഒരുമാതിരി, എനിക്ക് ചില സീൻസിലൊക്കെ വരുമ്പോൾ ഒരുമാതിരി ജാക്കി ചാൻ്റെ ഒരു ഫേസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുപോലെ തോന്നി. അങ്ങനെയൊക്കെ തോന്നി. ഈ ഒരു മൂവി മസ്റ്റ് വാച്ചാണ്. ഞാൻ ഒരു സ്റ്റോറി വൈസ് ഒക്കെ ആണെങ്കിലും നല്ലൊരു സ്റ്റോറി ലൈനുള്ളൊരു പടമാണ്. നല്ലൊരു സ്റ്റോറി ലൈനൊക്കെ ഉള്ളൊരു പടമാണ്. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം ഡിജിറ്റലി അവൈലബിൾ ആണ്. OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിയില്ല. ഡിജിറ്റലി പലതിലും അവൈലബിൾ ആണ്. ഇന്ന് കണ്ടു നോക്കുക. ഒരു ചൈനീസാണ്, സബ് ടൈറ്റിൽസിൽ കണ്ടു നോക്കുക. നല്ലൊരു പടമാണ്. ഇനി നമ്മൾ എന്താ പറയുക, ഒരുപാട് മാർവൽ DC കണ്ടന്റ്സ് വരുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ്. സോയ്സ്, അപ്പോൾ എല്ലാവരും പൊളിച്ചെടുക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് സോയ്സ് മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും ഉണ്ടാവും. അത് signing out. And you watching Super Entertainment, not on Super Heroes.